അറിഞ്ഞാൽ കുഴപ്പമാണ്. അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യായിരുന്നു? രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അറിഞ്ഞിട്ട് അനുസരിക്കാതെ വന്നാൽ അത് നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ ഭാവിയിലുണ്ടാവും. അതുകൊണ്ട് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും യഹോവയ്ക്ക് പ്രസാദമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് മനുഷ്യനിലുണ്ടായ അനുസരണക്കേടാണ്. ഒന്നവൻ ദൈവത്തെ അവിശ്വസിച്ചു, രണ്ടവൻ ദൈവത്തെ അനുസരിച്ചില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അവിശ്വാസം കൊണ്ടിടുക എന്നാണ്. വാസ്തവത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ പോലെയാണ്. ദൈവം എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെയായിരുന്നു മനുഷ്യൻ. തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ സാജൻ ഭാഷ ഒരു പടം വരയ്ക്കുന്ന ആർട്ടിസ്റ്റാന്നിരിക്കട്ടെ, ഞാൻ ഒരു ക്യാൻവാസ് വെച്ചിട്ട് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ ഒരാൾ മുന്നിൽ വേണം. ഒന്നുകിൽ ആളോ അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറോ എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ആ പടം അതേപോലെ വരയ്ക്കാൻ കഴിയത്തുള്ളൂ. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നിലെ പുത്രനെ അങ്ങോട്ടിരുത്തി ഇതുപോലെ പുത്രനെ നോക്കിക്കൊണ്ട് മണ്ണുകൊണ്ട് നമ്മളെ ഉണ്ടാക്കി. പുത്രനെ കാണുന്നതും നമ്മളെ കാണുന്ന ഒരുപോലായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് 2:32 പറഞ്ഞത്, ആദാം ദൈവത്തിൻ്റെ മകൻ. ആദ്യത്തെ ദൈവം മകൻ ആദാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏദനിൽ നമുക്ക് നഷ്ടപ്പെട്ടത് പുത്രത്വമാണ്. എന്താ പുത്രത്വം. പാപം ചെയ്തപ്പോൾ പുത്രൻ എന്ന പദവിയിൽ നിന്ന് മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് പണ്ടൊക്കെ ഭക്തന്മാർ നമ്മൾ പാടുമായിരുന്നു, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ. രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് ഏതിന് നഷ്ടപ്പെട്ട പുത്രത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ, വിശ്വാസിയാകാനല്ല. നമ്മളിവിടെ ഒത്തിരി പേരും വിശ്വാസികളായിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമുക്ക് ലഭിച്ച പദവി മക്കളാകുക. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. അവനെ കൈക്കൊണ്ടു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ബാക്കിയില്ലായിരുന്നു പറഞ്ഞേ, ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. മക്കൾക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തധികാരം? അപ്പൻ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ മേലെല്ലാം മകൻ അധികാരമുണ്ട്. ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എൻ്റെ കുഞ്ഞിനൊരു പേന വേണം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് എൻ്റെ കൊച്ചിനറിയാം. അവനത് ആവശ്യമാണെന്നും എനിക്കറിയാം. അപ്പോൾ ആ പേന മേടിക്കാൻ വേണ്ടി എൻ്റെ കൊച്ച് ഞങ്ങളുടെ മമ്മിയുടെ പ്രിയപ്പെട്ട ഭർത്താവും എൻ്റെ ചേച്ചിയുടെ പപ്പായും എൻ്റെ അങ്കിളിൻ്റെ അനന്തരവനും ആയിരിക്കുന്ന എൻ്റെ പ്രിയ പപ്പ എനിക്കൊരു പേന തരണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇത്രയും വളച്ചുപറ്റി എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയുടെ ഭർത്താവും ചേച്ചിയുടെ പപ്പ എന്നൊക്കെ പറയണോ? പറഞ്ഞേ, എന്ത് പറഞ്ഞാൽ മതി? ഡാഡി എനിക്കൊരു പേന വേണം. ഈസിയാ.
ഓക്കെ മോനെ, ഞാൻ വൈകിട്ട് വരും, മേടിച്ചോണ്ടിരും. ഇത്രയേ ഉള്ളൂ കേസ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഡയറക്റ്റ് പറയാൻ കഴിയാത്ത എന്തെങ്കിലും ചെറിയ കുസൃതി ഞാൻ കാണിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ അമ്മയുടെ കെയർ ഓഫൊക്കെ പറയണം. അടുക്കളയിൽ ചെന്ന് മമ്മിയുടെ ചുടിദാറിൻ്റെ അറ്റത്തൊക്കെ പിടിച്ച് മമ്മി ദയവായിട്ട് പപ്പ വരുമ്പോൾ പറയണമൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യണം. എന്നെ കാര്യം എന്നറിയാമോ, എനിക്ക് ഡയറക്റ്റ് അപ്പനോട് പറയാൻ വയ്യാത്ത എന്തോ പ്രശ്നം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുമ്പോൾ ആ പ്രശ്നം അങ്ങ് തീരുക. സ്വതന്ത്രം പറഞ്ഞില്ല. ഡയറക്റ്റ് അപ്പനെ വിളിച്ച് കാര്യം പറയാൻ കഴിയാത്ത പ്രശ്നം എല്ലാം കൂടെ രക്ഷിക്കപ്പെടുമ്പോൾ അങ്ങ് തീരുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങളിങ്ങനെ അവിടെ വന്ന് അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്ന് എന്നെ ഇനിയും വിളിക്കണ്ട. പിന്നെ എങ്ങനെ വിളിച്ചാൽ മതി? സ്വർഗസ്ഥനായ ആ എൻ്റെ പിതാവേ. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ, നീ ഇനി ആരുടെയും കെയർ ഓഫിൽ വന്ന് വിളിക്കണ്ട. നീ ഇന്നേരാ പകൽ ധൈര്യത്തോടെ പറഞ്ഞ മക്കളായതുകൊണ്ട് നിനക്ക് ധൈര്യത്തോടെ പറയാം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ. പ്രാഗൽഭ്യമുള്ളവരൊക്കെ ഒന്ന് വിളിച്ചേ ഇന്ന് രാവിലെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ. ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കൾ പ്രാപിക്കേണ്ടത് അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. പക്ഷേ ഗലാത്യലേഖനം 4:1 വാക്യമുണ്ട്. എൻ്റെ പ്രസംഗ വിഷയമൊന്നുമല്ല കേട്ടോ. അവകാശി സർവത്തിനും യജമാനനെങ്കിലും അവന് വളർച്ചയില്ലാത്തിടത്തോളം കാലം ആ വീട്ടിലെ വേലക്കാരനേക്കാൾ ഒരു ഗുണവും ഇവനില്ല. അങ്ങനെ എഴുതിയേക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. അവകാശി സർവത്തിനും യജമാനന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവന് ശിശുവാണ്. യാതൊരു ആത്മീക വളർച്ച അവന് ഇല്ല, ശാരീരിക വളർച്ച അവന് ഇല്ല. അവനാരാണ്? ശിശുവാണ്. അപ്പോൾ ആ ശിശുവായിരിക്കുന്ന കുഞ്ഞിനെ നോക്കാനായിട്ട് നമ്മൾ ഡേ കെയറിലാക്കിയേക്കുക. നമ്മളവിടെ പാല് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ രാവിലെ കൊച്ചിന് കഴിക്കാനുള്ള സീരിയലുണ്ട്, ഉച്ചക്കത്തേക്കുള്ള എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വളർത്തുന്ന ഡേ കെയറിലെ ആയ പാല് കൊണ്ട് കൊച്ചിനെ കാണിച്ചിട്ട്, മോനെ വാ വിളിച്ചാട്ടെ എന്ന് പറഞ്ഞ് ആയ വാ വിളിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ആയ പാല് കുടിച്ച് വെച്ച് കുപ്പി താത്ത് വെച്ചാൽ കൊച്ചു വളരുമോ? ശ്രദ്ധിച്ചേ. ഹലോ, നമ്മൾ കൊണ്ടു കൊടുത്ത സീരിയല് കപ്പിനകത്തിട്ട് പാലും കൂടെ ഒഴിച്ചിട്ട് ആൻറ്റി തന്നെ മോൻ വാ വിളിച്ചാട്ടെ, ചക്കര കൂട്ടം നല്ലതാ എന്ന് പറഞ്ഞ് ആൻറ്റി തന്നെ മൊത്തം കഴിച്ചാൽ ആര് വളരും? ആൻറ്റി വളരും. ഇത് കണ്ടിട്ട് ഈ കൊച്ചൻ വേണമെങ്കിൽ നിന്നെ ടെർമിനേറ്റ് ചെയ്തേക്കുന്നു എന്ന് പറയാനുള്ള കൊച്ചായത്. പക്ഷേ വാ വിളിച്ച് സംസാരിക്കാൻ കഴിവില്ല. ഇവിടെ ശമ്പളം ഈ കൊച്ചിൻ്റെ കാശാണ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇവളെ മാസം മാസം മേടിക്കുന്ന ശമ്പളം ഈ കൊച്ചിൻ്റെ പൈസയാണ്. ഇവന് വേണമെങ്കിൽ പറയാം, നിന്നെ ഇന്ന് മുതൽ ഞാൻ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്തേക്കുന്നു എന്ന് പറയാൻ അധികാരമുള്ളവനെ. പക്ഷേ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ആ വീട്ടിലെ വേലക്കാരനേക്കാളും ഒരു പ്രയോജനവും അല്ലെങ്കിൽ പറഞ്ഞേ, ഇന്ന് പകൽ നീ വളർച്ച പ്രാപിക്കണം. നിന്റെ അവകാശം മറ്റൊരുത്തന് അപകരിക്കരുത്. നിന്റെ അനുഗ്രഹങ്ങൾ മറ്റൊരുത്തന് അപകരിക്കരുത്. അല്ലിയ ആ സൗഖ്യമൊക്കെ നമ്മുടെ അവകാശമാണ് കേട്ടോ. അതെല്ലാം നീ ഇന്ന് പകൽ അപ്പനോട് ചോദിച്ച് മേടിച്ചോണം. നീ പരമാർത്ഥമായിട്ട് അപ്പാന്ന് വിളിച്ചാൽ ഇതുപോലെ മനസ്സലിയുന്ന മറ്റൊരപ്പൻ വേറെയില്ല. സന്തോഷപ്പെട്ട് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങ് അകലെ എവിടെയോ ഇരിക്കുന്ന ഒരു ഭയങ്കര ദൈവവും ഇങ്ങ് അകലെ എവിടെയോ ഇരിക്കുന്ന ഒരു മൺപൊടിയും അല്ല നമ്മൾ. ഹല്ലേലൂയ.
പണ്ട് നിനക്കങ്ങ് പ്രാകാരത്തിന്റെ വെളിയിൽ നിൽക്കാനേ അനുവാദമുള്ളായിരുന്നു. പക്ഷേ കർത്താവിന്റെ കാൽവറി യാഗത്തോടെ ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വന്നിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിനക്ക് തന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ആ പുത്രത്വത്തിന്റെ അധികാരത്തിൽ നീ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് പ്രാപിക്കുവാനും ഇടയായി തീർന്ന സന്തോഷമുള്ളവര് ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച സങ്കീർത്തനം 118 സങ്കീർത്തനമാണ്. 118 സങ്കീർത്തനത്തിൽ നിന്ന് പല വാക്യങ്ങൾ എടുത്ത് ദൈവത്തിൻ്റെ ദാസൻ നമ്മോട് വളരെ ഹൃദ്യമായി ഇടപെട്ടു. അപ്പോൾ എൻ്റെ ഉള്ളത്തിലും ദൈവം ഒരു കാര്യം ഇടപെട്ടു. നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. 22, 23 വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. എല്ലാവരും വാക്യം കണ്ടല്ലോ, കണ്ടു. ഇനി എന്നെ ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. മൂലക്കല്ലായ യേശു ക്രിസ്തു. എല്ലാവരും പറഞ്ഞേ, മൂലക്കല്ലായ യേശു ക്രിസ്തു. വീട് പണി യഹൂദൻ്റെയാണ്. യഹൂദൻ്റെ വീട് പണിയോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. രൂത്തിന്റെ പുസ്തകം. അതിന് പട്ടണവാതിൽക്കിരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ഇസ്രായേൽ ഗ്രഹം പണിതത് ലേയും റാഹേലും അവരിരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിത്. ഇസ്രായേൽ എന്ന വീട്. എൻ്റെ കൂടെ വരണേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആത്മീക ഗ്രഹവുമുണ്ട്, അക്ഷരീക ഗ്രഹവുമുണ്ട്. എന്താ ഞാൻ പറഞ്ഞേ? ആത്മീക ഗ്രഹത്തിൻ്റെ പണിയുമുണ്ട്, അക്ഷരീക ഗ്രഹത്തിൻ്റെ പണിയുമുണ്ട്. അക്ഷരീയ ഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലേയും റാഹേലും അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. യഹൂദൻ കൃത്യമായി കലർപ്പില്ലാത്ത വംശാവലിയുടെ ഉടമസ്ഥരാണ്. എന്താ ഞാൻ പറഞ്ഞേ? കലർപ്പില്ലാത്ത വംശാവലിയുടെ ഉടമയാണ് ആര്? യഹൂദൻ. എന്ന് പറഞ്ഞാൽ അവൻ അബ്രഹാമിൻ്റെയും സാറയുടെയും മകനായിരിക്കണം. ഇസഹാക്കിൽ നിന്നും റിബേക്കയിൽ നിന്നും ജനിച്ചവനായിരിക്കണം. യാക്കോബിൽ നിന്ന് ഉത്ഭവിച്ചവനായിരിക്കണം. സ്തോത്രം. ആ തലമുറ മാത്രമേ ഏതിനകത്തുള്ളൂ? യഹൂദനകത്ത് ഉള്ളൂ. പക്ഷേ യേശു ക്രിസ്തുവിനെ ആ കൂടെ കൂട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം യേശു ക്രിസ്തുവിൻ്റെ വംശാവലിക്കകത്ത് കയറിപ്പറ്റാൻ വയ്യാത്ത 1-2 പേര് കയറിപ്പറ്റി. അതിലൊന്ന് രേഖാവ് എന്ന വേശ്യയാണ്. 2 രൂത്തെന്ന് പറയുന്ന മോവാബി സ്ത്രീയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേരെ. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 1-ാം അധ്യായം. ശൽമോൻ രേഖാവിൽ ബോബസിനെ ജനിപ്പിച്ചു. ബോബസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു. ഈശായി ദാവീദിനെ ജനിപ്പിച്ചു. മതി, ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കാം. അല്പം ശ്രദ്ധിച്ചിരുന്നാലേ കാര്യം പിടികിട്ടത്തുള്ളൂ. നമ്മുടെ വിഷയം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ഇത് യഹോവയാൽ
എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തള്ളിക്കളയാൻ കാരണം? വീട് പണിക്കാരാ തള്ളിയേ. ഇസ്രായേൽ ഗൃഹം പണിയുന്ന വീട് പണിക്കാര് പണിയാനെടുത്തിട്ട് കല്ല് കൊള്ളത്തെ നമ്മൾ എടുത്ത് കളഞ്ഞു. അങ്ങനെ എടുത്ത് കളയാൻ കാരണം ഒന്ന്, വംശാവലി ശരിയല്ല. പ്രൈസ് ദി ലോർഡ്. രൂത്ത് എന്ന് പറയുന്നത് ശാപം കിട്ടിയ ജാതിയിൽ നിന്ന് വന്നവളാണ്. മോബാബ്. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തീ ഇറങ്ങിയപ്പോൾ ദൈവം വിളിച്ചിറക്കി ഓടിപ്പൊക്കോളാൻ പറഞ്ഞ കൂട്ടത്തിൽ ഭാര്യയും 2 പെമ്മക്കളും കൂടെ ഓടി. അല്പദൂരം ചെന്നപ്പോൾ പുള്ള ഭാര്യ തിരിഞ്ഞു നോക്കി. അവൾ ആ നിപ്പിൽ അവിടെ ഉപ്പുതൂണായിട്ട് നിന്നു. 2 പെമ്മക്കളുമായി പോയ ലോത്തിന് ഈ മക്കളിൽ തലമുറകളുണ്ടായി. സ്തോത്രം. അതിലൊരു തലമുറയാണ് മോബാബ്. ഈ തലമുറയെ ദൈവം ശപിച്ചിട്ട് പറഞ്ഞു, 10ാം തലമുറ പോലും ദൈവസന്നിധി വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശപിച്ചു മാറ്റി നിർത്തിയ രൂത്ത് യേശു ക്രിസ്തുവിൻ്റെ വംശാവലി കയറിപ്പറ്റി. പ്രൈസ് ദി ലോർഡ്. യെരിഹോ നിവാസികളിൽ പരസ്യമായി പട്ടണത്തിൻ്റെ മതിലിൻ്റെ മുകളിൽ താമസിച്ചുകൊണ്ട് വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു രാഹാബ്. പ്രൈസ് ദി ലോർഡ്. യോശുവ ഒറ്റുകാരെ അയച്ച കൂട്ടത്തിൽ ഒറ്റുകാരെ യെരിഹോവിലെ രാജാവും പട്ടോളം കാണാതെ സംരക്ഷിച്ചതിൽ, നിങ്ങൾ ഈ രാജ്യം കൈവശമാക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തോണമെന്ന് പറഞ്ഞു. അപ്പോൾ യോശുവയുടെ ആൾക്കാർ പറഞ്ഞു, ഓർത്തോളാം, പക്ഷേ നീ ആരാന്നൊക്കെ നാളെ ഞങ്ങൾ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് നിന്റെ വീട്ടിൽപ്പെട്ടവരെ എല്ലാം നീ താമസിക്കുന്നത് കൂട്ടിക്കോണം. നശിക്കാതിരിക്കാൻ രക്ഷിക്കപ്പെട്ടവൻ്റെ ജോലി വീട്ടുകാരെ എല്ലാം കൂടെ അവിടെ കൂട്ടണം. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ യെരിഹോ പിടിക്കുമ്പോൾ നീ നശിക്കാതിരിക്കണമെങ്കിൽ, നിന്റെ കുടുംബം നശിക്കാതിരിക്കണമെങ്കിൽ നിനക്കുള്ളവരെയെല്ലാം നീ കൂട്ടിക്കോണം. അപ്പൊ ഭവനത്തിൽപ്പെട്ടവരെ കൃപയിൽ കൊണ്ടുവരുന്ന ചുമതല രക്ഷിക്കപ്പെട്ട രേഖാബ് നിനക്കാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെങ്കിലും ദൈവവചനം കേൾക്കാനുള്ള അവസരം നീ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. 2, നിന്റെ വീടിൻ്റെ മുകളിൽ നിന്ന് ഒരു ചുമന്ന ചരട് താഴേക്ക് ഇട്ടിരിക്കണം. അടയാളം. ഞങ്ങൾ രാജ്യം ജയിച്ചടക്കി വരുമ്പോൾ ഈ അടയാളം കാണുന്നത് നിന്റെ വീടാണെന്ന് ഗ്രഹിച്ചിട്ട് നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? കൊല്ലത്തില്ല. അങ്ങനെ രേഖാവും കുടുംബവും രക്ഷപ്പെട്ടു. സ്തോത്രം. ആ രേഖാവിൽ സൽമോനിൽ കൂടെ ബോവസ് എന്നയാള് ഉലകത്തിൽ പിറന്നു. ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചു. രൂത്തിൽ നിന്ന് ദാവീദിൻ്റെ അപ്പൻ ഈശായി ഉണ്ടായി. ഓബേദിൽ നിന്ന് ഈശായി ജനിച്ചു. ഈശായിൽ നിന്ന് ദാവീദ് ജനിച്ചു. ദാവീദ് പുത്രനായിട്ട് യേശു വന്നു. വംശാവലി എഴുതിയപ്പോൾ എഴുതി അബ്രഹാമിൻ്റെ സന്തതിയായ, ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ന്യായമായിട്ട് മത്തായി എഴുതുവാണെങ്കിൽ എഴുതേണ്ടത് ആദാമിൻ്റെ മകനായ, അബ്രഹാമിൻ്റെ മകനായ, ദാവീദിൻ്റെ മകനായ യേശു എന്നാണ് എഴുതേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അബ്രഹാമിന് മുൻപുള്ള തലമുറകളെ തൽക്കാലം അങ്ങോട്ട് വെട്ടിമാറ്റിയിട്ട് അബ്രഹാമിൽ തുടങ്ങുകയാണ് യേശുവിൻ്റെ വംശാവലി. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ അബ്രഹാമിൽ തുടങ്ങാൻ കാര്യം? അതൊക്കെ വിവരിക്കാൻ പോയി നമുക്ക് ഈ മെസ്സേജ് തീർക്കാനൊക്കത്തില്ല. അവൻ ദൈവവിളി കേട്ടിറങ്ങിയവനാണ്. ആര്? അബ്രഹാം.
അബ്രഹാം ആദ്യ ദൈവത്തെ കണ്ടത് മെസപ്പൊട്ടോമിയയിലെ ഊറിൽ വെച്ചാണ്. തേജോമയനായ ദൈവം. ആരാ? തേജോമയനായ ദൈവം. പിന്നീട് അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടത് സർവശക്തിയുള്ളവനായ ദൈവമാണ്. പിന്നീട് അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടത് അത്യുന്നതനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ 5 വിധ വെളിപ്പാടുകൾ നേരിട്ട് കണ്ട ഭൂമിയിലെ അപൂർവങ്ങളിൽ അപൂർവമായൊരു മനുഷ്യനാണ് അബ്രഹാം. ഇന്നൊന്നും പ്രസംഗിക്കാൻ സമയമില്ല, നമുക്ക് വേറൊരു അവസരത്തിൽ അത് പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആ വിശ്വാസവീരനായ അബ്രഹാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അബ്രഹാമിൻ്റെ ദർശനങ്ങൾ കാണണം. ദർശനം പ്രാപിച്ചവനെ അത് പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രാപിച്ച സ്വർഗീയ ദർശനത്തിന് എങ്ങനെ അനുസരണക്കേട് കാണിക്കും? പ്രൈസ് ദി ലോർഡ്. ആ അബ്രഹാം കഴിഞ്ഞ് പിന്നെ എത്രയോ പേരുണ്ടായി. ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, ഇവരെല്ലാം വെട്ടിയിട്ട് ആരെ കൊണ്ടുവന്നു? ദാവീദിനെ കൊണ്ടുവന്നു. ദാവീദ് കഴിഞ്ഞ് പിന്നെ 14 തലമുറ കഴിഞ്ഞ് ആരുടെ കാര്യം എഴുതി? യേശുവിൻ്റെ കാര്യം എഴുതി. അതിനകത്ത് ആര് കയറി വന്നെന്ന് ഞാൻ പറഞ്ഞേ? 2 അർഹതയില്ലാത്ത സഹോദരിമാർ കയറി വന്നു. അപ്പോൾ ഒരു വേശ്യയുടെ കൊച്ചുമകനായി, ഒരു ശപിക്കപ്പെട്ട ജാതിയുടെ കൊച്ചുമകനായി വന്നവനെ പണിയാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ പണിയാൻ നിൽക്കുന്ന മേസ്തിരി പറഞ്ഞു, ഈ കല്ല് കൊള്ളത്തില്ല. അവൻ തള്ളിക്കളഞ്ഞു. ആ കല്ലിനൊരു പേര് കിട്ടി, മനുഷ്യർ തള്ളിയ കല്ല്. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? 2, യഹൂദൻ വീട് പണിക്കകത്ത് ചേർക്കണമെങ്കിൽ അവൻ 30 വയസ്സിനകത്തെങ്കിലും വിവാഹിതനായിരിക്കണം. പക്ഷേ ഇവൻ 33.5 വയസ്സായിട്ടും എന്തായില്ല? വിവാഹിതൻ ആയില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എണ്ണി പറയാവുന്ന നിരവധി കുറവുകൾ ഉള്ളത് കൊണ്ട് പണിയാനെടുത്ത മേസ്തിരി ഒന്ന് കൊട്ടി നോക്കിയിട്ട് കല്ലെടുത്ത് ദൂരോട്ട് കളഞ്ഞു. പക്ഷെ ആ കല്ലിനെ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം ചേർത്ത് പണിതു. 118 സങ്കീർത്തനം ഒരു 3-4 ദിവസം പ്രസംഗിക്കാനുള്ള കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത് എങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാ സംഭവിച്ചു. ഇന്നിപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കും പറയാൻ കഴിയും, മനുഷ്യർ തള്ളിയതെങ്കിലും ഞാൻ ഈ ദൂത് പറയുമ്പോൾ തള്ളപ്പെട്ട ചിലതിനെ, എഴുതി തള്ളപ്പെട്ട ചിലതിനെ, ഒന്നിനും കൊള്ളിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തള്ളിയ ചിലതിനെ ചേർത്ത് വെച്ച് പണിയുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളി ചിലതിനെ ചേർത്ത് വെച്ച് പണിയുന്ന ഒരു നല്ല കർത്താവ് ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ ഇതിനെ കുറിച്ച് വളരെ ഭംഗിയായി പറഞ്ഞ ഒരു വാക്യമുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെ. 1 പത്രോസ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുക. യേശുക്രിസ്തുവിന്റെ ജഡാവതാരം, യേശുക്രിസ്തുവിന്റെ ധന്യമായ ജീവിതം, യേശുക്രിസ്തുവിന്റെ മാനവജാതിക്ക് വേണ്ടിയുള്ള മരണം, യേശുക്രിസ്തുവിന്റെ ഇഹലോകത്തിലെ 3.5 വർഷത്തെ ഐഹിക ജീവിതത്തെ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, മുൻ നിയമിച്ചതും മുൻ നിർണയിച്ചതുമായ കാര്യങ്ങൾ ഈ പത്രോസ് എന്ന ധന്യനായ അപ്പോസ്തലൻ എഴുതുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനത്തിലെ ഒരു വാക്യമെടുത്താണ് താൻ ഈ ലേഖനം എഴുതിയത്. എന്താണ്? യേശു ജനിക്കുന്നതിന് 7 നൂറ്റാണ്ടുകൾക്ക് പുറകെ ജീവിച്ച ദാർശനികനായ യെശയ്യാവ് എന്ന വലിയ പ്രവാചകൻ കണ്ടത്. ഒന്ന് വായിച്ചേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 53-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ ആ
നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നാം അത് ധ്യാനിക്കും മുമ്പ് തന്നെ യെശയ്യാവ് 8:14 വായിച്ചാണ്. 8:14. ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും കെണിയുമായിരിക്കും. പലരും അതിന്മേൽ തട്ടി വീഴും. മതി, നമുക്കത് ധ്യാനിക്കുമ്പോൾ തന്നെ ഒന്ന് ഈ കല്ലിനൊരു പേരിടാം, തള്ളപ്പെട്ട കല്ല്. എല്ലാവരും പറഞ്ഞേ. 2, ഈ കല്ലിന്റെ പേര് മൂലക്കല്ല്. എന്താണ്? മൂലക്കല്ല്. ഒരു ഭാഗം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം ദൈവത്തിന്റെ ദാസനായ പത്രോസ് പറയുമ്പോൾ, മത്തായി സുവിശേഷത്തിലെ വാക്യം നമ്മൾ വായിച്ചപ്പോൾ അവിടെ കണ്ടത് യഹൂദന്മാര് മാത്രമല്ല തള്ളിയത്, സ്വന്തം സഹോദരന്മാർ ഇവനെ തള്ളി. ഇവരുടെ പടം വരെ ഈ ബിൽഡിംഗ് പണിയാനുള്ള പടത്തിന്റെ പേര് ബ്ലൂ പ്രിന്റ് അല്ലേ? ആണോ? പ്ലാൻ, അതിന് എന്താ നമ്മൾ പറയുന്നത്? ബ്ലൂ പ്രിന്റ് എടുക്കാന്നല്ലേ? ഓക്കെ. ആ പ്രിന്റ് ഇവരുടെ ന്യായപ്രമാണമാണ്. യഹൂദന്റെ ഗ്രഹത്തിൻ്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്? മോശയുടെ ന്യായപ്രമാണം. ന്യായപ്രമാണമാകുന്ന ബ്ലൂ പ്രിന്റ് നോക്കിക്കൊണ്ട് പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പണിയാൻ കൊണ്ടുവന്ന ഒന്നാമത്തെ കല്ല് എന്തായി മാറണം? മൂലക്കല്ല്. ഏത് വീടിൻ്റെയും അടിസ്ഥാന കല്ല് ഏതാ? മൂലക്കല്ലാണ്. മൂലക്കല്ലാണ് കോണുകളെ തമ്മിൽ യോജിപ്പിക്കാൻ കൊണ്ടുവന്ന കല്ല് കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞപ്പോൾ സഹോദരന്മാർ തള്ളി. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. യോഹന്നാൻ 7:5. സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം. അവന്റെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല. ഒരു ഹല്ലേലൂയ പറയണം. നാട്ടുകാർ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, സ്വന്തം വീട്ടിലുള്ളവര് ഇവനെ എന്ത് ചെയ്തില്ല? പറഞ്ഞേ, വിശ്വസിച്ചില്ല. യോസെ, യൂദ, യാക്കോബ്, സഹോദരിമാര് എല്ലാം യോസപ്പിൽ യേശുവിൻ്റെ അമ്മ മറിയിൽ ജനിച്ചവരായിട്ട് വീട്ടിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു വീട്ടിലുണ്ടായിട്ടും 30 വയസ്സ് വരെ ചുമ്മാതെ കയ്യും കെട്ടിയിരുന്ന ആരും ധരിക്കല്ലേ. ഒരു ചരിത്രകാരൻ പറഞ്ഞേക്കുന്നത് തെളിവൊന്നും ഉള്ളതല്ല കേട്ടോ. അപ്പനിങ്ങനെ ചിന്തേരൊക്കെ ഇട്ട് പൊടിയൊക്കെ വെക്കും. അപ്പോൾ ഈ മകൻ ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് ഈ പൊടിയെല്ലാം കൂടി ഇങ്ങനെ വെച്ച് ഒരു ചിറക് ഇങ്ങോട്ടുണ്ടാക്കി, ഒരു ചിറക് ഇങ്ങോട്ടുണ്ടാക്കി, ഒരു ഉടൽ പോലൊക്കെ ഉണ്ടാക്കി ചുമ്മാ കൈവച്ചൊന്ന് ഊതുമ്പോൾ ഇത് പറവയായിട്ട് എന്ത് ചെയ്യും? പറന്നങ്ങ് പോകും. ഉടനെ അമ്മ, നീ എന്തോ എടുത്തുകൊണ്ടിരിക്കുകയാടാ കുഞ്ഞെ, വെള്ളം വിടില്ല എന്ന് പറയും. ഓക്കെ, ഞാനിപ്പോൾ കോരിക്കൊണ്ടിരുന്ന പറയും. അമ്മയും കൂടി തിരിയുമ്പോൾ കലത്തിലെല്ലാം വെള്ളം ഉണ്ടാക്കട്ടെ എന്ന് പറയും. വെള്ളമെല്ലാം കൂടെ കലത്തിനകത്ത് അതെ കോരാൻ പോകത്തില്ല. ഹലോ, മനസ്സിലായോ? അപ്പം ഇതെല്ലാം അമ്മ ഉള്ളി സംഗ്രഹിച്ച് ആരോടും പറയുന്നില്ല. കലത്തിലെ വെള്ളം തീരുമ്പോൾ മോനെ പോയി ഇച്ചിരി കൊണ്ട്, മൂത്ത മോനല്ലേ, അപ്പോൾ പറയും മമ്മി പോയി പപ്പായെ നോക്കി ഞാനിപ്പോൾ തന്നെ കോരിക്കൊണ്ടിരുന്നെന്ന് പറയും. പക്ഷെ ഇവൻ കോരാൻ പോകത്തില്ല. മമ്മി തിരിച്ചു വരുമ്പോൾ കലവെല്ലാം തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം മമ്മി ഹൃദയത്തിൽ ഇങ്ങനെ സംഗ്രഹിച്ച് ആരോടും പറഞ്ഞില്ല. അതുകൊണ്ടാണ് പറഞ്ഞ അവൻ എന്തേലും പറയും, നിങ്ങൾ അതങ്ങ് ചെയ്തോണം. നിന്റെ ബുദ്ധിക്ക് എത്തുന്ന കാര്യമായിരിക്കത്തില്ല അവൻ പറയുന്നത്. തീർന്നത് വീഞ്ഞ, പക്ഷെ അവൻ പറയുന്നത് കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിരിക്കും. അവൻ പറയുന്നത് എന്ത് ചെയ്തോണം? ചെയ്താൽ മതി. ബാക്കി അതിനകത്ത് അത്ഭുതം അവൻ ചെയ്യും. കാരണം ഇന്നലകളിൽ അത്ഭുതങ്ങൾ അവൻ ചെയ്യുന്ന ആര് കണ്ടിട്ടുണ്ട്? അമ്മ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്താലും സ്വന്തം സഹോദരന്മാർ ഇവനെ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവനെ തള്ളിക്കളഞ്ഞു. യഹൂദന്മാർ തള്ളിക്കളഞ്ഞു, ന്യായപ്രമാണം തള്ളിക്കളഞ്ഞു, സഹോദരന്മാരവനെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല ഈ പാറ അടികൊണ്ട പാറയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ പാറ എന്താണ്? ഞാൻ ഹേരോബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം.
എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് പാറ ക്രിസ്തുവാകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തള്ളിക്കളഞ്ഞ പാറ, ഈ അടികൊണ്ട പാറ, അവരെ അനുഗമിച്ച ആത്മീക പാറ യേശു ക്രിസ്തുവായിരുന്നു. 118 സങ്കീർത്തനക്കാരൻ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതുകയാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. ഞാൻ ഈ വാക്യമെടുത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് പ്രസംഗിക്കാനല്ല വന്നേ. പക്ഷെ ഈ സങ്കീർത്തനം ദൈവദാസം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് ദൈവാത്മ പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആരൊക്കെയോ ഇവിടെ ഇരിപ്പുണ്ട്. ബുദ്ധിയുടെ പേരിലോ, സൗന്ദര്യത്തിന്റെ പേരിലോ, കഴിവിന്റെ പേരിലോ, പരാജയത്തിന്റെ പേരിലോ, സാമ്പത്തികത്തിന്റെ പേരിലോ, പേഴ്സണാലിറ്റിയുടെ പേരിലോ, കുടുംബത്തിന്റെ പേരിലോ തള്ളിക്കളഞ്ഞ ആരെയൊക്കെയോ ഇന്ന് പകൽ സ്വർഗം കാണുന്നുണ്ട്. മനുഷ്യർ തള്ളിയതിനെ ഇന്ന് പകൽക്കാല ശ്രേഷ്ഠവും മാന്യവുമായി ചേർത്ത് പണിയാൻ കഴിവുള്ള ഒരു വലിയ ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഈ പാറയെ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ടെന്ന സ്തോത്രം. നമ്മളെല്ലാം കിണർ കുഴിക്കുന്നവരാണ്. കിണർ കുഴിച്ചാൽ നമ്മളെ പെട്ടെന്ന് നിർത്തത്തില്ല. ന്യായമായിട്ട് താഴെ ചെന്ന് പാറ കാണുന്നിടം വരെ എന്ത് ചെയ്യും? അങ്ങനെയല്ലേ ചാ? പാറ കാണുന്നിടം വരെ കിണർ കുഴിക്കത്തില്ല. പാറ കണ്ടാലും നമ്മൾ അല്പം കൂടെ പാറ എന്ത് ചെയ്യും? പൊട്ടിക്കും. പാറയ്ക്കകത്തുനിന്ന് ഉറവുകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. പക്ഷേ തീക്കൽപ്പാറ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? തീക്കൽപ്പാറയ്ക്കകത്ത് വെള്ളം നിൽക്കത്തില്ല. തീക്കൽപ്പാറയുടെ ഗുണമാണ് എന്ത് നിൽക്കത്തില്ല? നമ്മൾ നല്ല ദോശക്കല്ലേലോട്ട് ചൂടായി നിൽക്കുമ്പോൾ മാവ് ഒഴിക്കുന്ന പോലെ ഇരിക്കും. തീക്കൽപ്പാറ വെള്ളം വേണം, ഷൂന്നൊരു ശബ്ദം കേൾക്കാം, എന്നേരെ പറ്റി ആവിയായിപ്പോ. പക്ഷെ ദൈവം ഭക്തന്മാർക്ക് വേണ്ടി സൂക്ഷിച്ചത് സാധ്യതയുള്ളതിനകത്തല്ല. പ്രൈസ് ദി ലോർഡ്. സാധ്യതയില്ലാത്തതിനകത്ത് തമ്പുരാൻ സൂക്ഷിച്ചു. നിങ്ങൾ വിചാരിക്കുന്നു ഇവർ ദാഹിച്ചപ്പം പാറയ്ക്കകത്ത് വെള്ളം വന്നിരുന്നതാണെന്ന്? ആണോ? പറഞ്ഞേ. അബ്രഹാമിനോട് 4-ാം തലമുറക്കാരൻ തിരിച്ച് വാഗ്ദത്ത കനാനിലേക്ക് വരുമെന്ന് ദൂത് പറയുമ്പോൾ ഇസഹാക്കില്ല, യാക്കോബില്ല, 12 ഗോത്രപിതാക്കന്മാരില്ല, സാറയും അബ്രഹാമും മാത്രമുള്ളപ്പോഴാ പറഞ്ഞത് 4-ാം തലമുറക്കാരനെ തിരിച്ചു വരുത്തുമെന്ന്. തിരിച്ചു വരുന്നവൻ മരുഭൂമി കൂടെ വരണ്ടിയെന്ന് തമ്പുരാൻ അറിയാം. അങ്ങനെയാണ് ഈ പാറയും ഈ പാറയ്ക്കകത്തെ വെള്ളവും ഇന്ന് പ്രശ്നമുണ്ടായപ്പോൾ കൊണ്ടുവച്ചതല്ല. നിന്റെ സന്തതി ജനിക്കുന്നതിന് മുമ്പേ, വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാവുള്ളൂ, നിന്റെ തലമുറ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ തലമുറ നടന്നു വരുന്ന വഴിത്താരയിൽ അവന്റെ ദാഹം ശമിപ്പിക്കാനുള്ളത് മുന്നവേ തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മറുപടികൾ നിനക്ക് വേണ്ടി സംഭരിച്ചു വച്ചിരിക്കുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട്. ആ പാറയുടെ പേര് അടിക്കപ്പെട്ട പാറയെന്ന. വീട് പണിയിപ്പിച്ചോളാം നിങ്ങളൊക്കെ. ലോറിയെ കൊണ്ടിറക്കുന്ന കോറിയിൽ നിന്ന് വരുന്ന കല്ലെടുത്താരും മൂലക്കല്ലാക്കത്തില്ല. മൂലക്കല്ലാക്കണമെങ്കിൽ പണി അറിയാവുന്ന പ്രധാന മേസ്തിരി മറ്റൊരു കല്ലിൻ്റെ മണ്ടയ്ക്ക് ഈ കല്ലെടുത്ത് വെച്ച് അവൻ്റെ കയ്യിലെ പണിയായുധം കൊണ്ട് ചില ദിവസങ്ങളോ മണിക്കൂറുകളോ ഈ കല്ല് അടിച്ചടിച്ച് ഷേപ്പ് വരുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ 1-ാമത്തെ ദിവസം അടിക്കപ്പെട്ട പാറ ഇവിടെ വിവരിച്ചായിരുന്നു. സഭയാകുന്ന സൗദത്തിന്റെ മൂലക്കല്ലാക്കാൻ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വരുന്ന വഴി മുതൽ ഈ പാറ അടിക്കപ്പെടുകയാണ്.
ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ മുഴുവൻ നന്മയുടെയും പുറകിൽ ഈ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് പുറപ്പെട്ട ഒരു അനുഗ്രഹത്തിന്റെ ചാലുണ്ടെന്ന് എത്ര പേരുടെ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നീ അനുഭവിക്കുന്ന സകല നന്മകളുടെ പുറകിൽ ഈ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാ. നിങ്ങൾ ഇസ്രായേലിന്റെ യാത്ര പഠിക്കണേ. ഇസ്രായേലിന്റെ യാത്ര W പോലെ വരച്ചിട്ടുണ്ടോ? അതൊന്നും വരയ്ക്കുന്നതല്ല. ഇസ്രായേൽ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി, അവിടെ ചെന്ന് നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ 40 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമായിരുന്നു. നമ്മുടെ ECG നോക്കുമ്പോഴത്തെ വേരിയേഷൻ കാണത്തില്ലേ? അതേപോലെ ഇങ്ങനെ W പോലെ പോകാമായിരുന്നു. 40ാമത്തെ വർഷം തുടങ്ങിയിടത്ത് നിൽക്കുക. ഇവരുടെ ആകെ ദൂരം എത്ര നിങ്ങൾക്കറിയാമോ? അതിനെ 40 ആക്കി. പ്രൈസ് ദി ലോർഡ്. നടന്നിട്ടും തീരാതെ, എങ്ങും എത്തിപ്പറ്റാൻ കഴിയാതെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നൊക്കെ ധാരാളം ആളുകളാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. പാസ്റ്ററെ 40 വർഷമായി ഫിലദൽഫിയായി വന്നിട്ട്, പക്ഷേ ഇന്ന് വരെയും വാടക വീട്ടിൽ നിന്ന് മാറാവുത്തില്ലെന്ന് പറയുന്നവർ ഇവിടെ കിടപ്പുണ്ട്. 4 വർഷത്തിനായിട്ട് വീട് മേടിച്ചവർ ഇവിടെ ഉണ്ട്. 4 വർഷം കൊണ്ട് വീട് മേടിച്ച് താമസിച്ചവർ ഇവിടെ ഉണ്ട്. 40 വർഷമായിട്ട് ഇന്നും വാടകപ്പുര കിടക്കുന്നവർ ഇവിടെ ഉണ്ട്. നാട്ടിൽ കേൾക്കുന്ന അവനും അമേരിക്കയില, ഇവനും അമേരിക്കയില. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ 40 വർഷമായിട്ടും എങ്ങും എത്തിയില്ല. സ്തോത്രം. പക്ഷേ ഒരു ഗുണം പറയാനാണ് ഞാനിത് പറയുന്നത്. ഇവൻ പോയപ്പോൾ കുന്നുകളും മലകളും കയറിയാ പോയെ. ഒരു പർവ്വതത്തിൽ നിന്ന് ഒരു പർവ്വതത്തിലോട്ട്. പർവ്വതങ്ങൾ കയറിപ്പോയപ്പോൾ ഈ വെള്ളം പുറകെ പോയെന്നാ. വെള്ളം കയറ്റം കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ കൂടാണോ നിങ്ങൾ? ഇസ്രായേൽ സീനായുടെ മേളിൽ കയറിയപ്പം വെള്ളം സീനായുടെ മേളിൽ കയറിയെന്ന്. ഇസ്രായേൽ ആഘോർ താഴ്വര ഇറങ്ങിയപ്പം വെള്ളം താഴോട്ട് വന്നെന്ന്. ലോക ചരിത്രത്തിൽ ജനം പോയതനുസരിച്ച് വെള്ളം ഒഴുകിയ ഒരു സ്ഥലം അത് ഈ പാറയിൽ നിന്നൊഴുകിയ വെള്ളമാണ്. അടിക്കപ്പെട്ട പാറയിലെ വെള്ളം താഴ്വരയിലേക്ക് ഒഴുകിയെന്നല്ല, ഇസ്രായേൽ പോയിടത്തെല്ലാം പുറകെ പോവാം. ഹല്ലേലൂയ. ഒരിക്കൽ ക്ഷാമം മാറ്റാൻ, വെള്ളത്തിൻ്റെ ദുരിതം മാറ്റാൻ കരഞ്ഞവന് വേണ്ടി അടിക്കപ്പെട്ട പാറയിൽ നിന്ന് ഒഴുകിയ വെള്ളം പിന്നെ നിന്നില്ല കേട്ടോ. വാഗ്ദത്ത കനാനിൽ ചെല്ലുന്നത് വരെ ഇവൻ പോയ റൂട്ടിലല്ല ഇവന്റെ പുറകെ ഒഴുകുകയാ. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിന്നെ അനുഗമിക്കുന്ന ഒരു ഉറവ, നിന്റെ കുടുംബത്തെ അനുഗമിക്കുന്ന ഒരു ഉറവ, അത് ഈ പാറയിൽ നിന്ന് ഒഴുകിയ വെള്ളമോ. ഓ ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ദൂതാ കേട്ടോ. ഒരിക്കൽ ദൈവം നിന്റെ കണ്ണുനീര് കണ്ടിട്ട് ഈ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇനി അമേരിക്കയിലെ 50 സ്റ്റേറ്റിലെ ഉപദേശിമാരും 50 സ്റ്റേറ്റിലെ പ്രവാചകന്മാരും നിനക്കെതിരെ പാരപണിതാലും ഈ ഉറവ നിൽക്കത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രമേ സ്വോത്രം പറയാവുള്ളൂ. തമ്പുരാനാണ് നിനക്ക് വേണ്ടി ആ പാറ തുറന്നതെങ്കിൽ, ആ ഉറവ തുറന്നതെങ്കിൽ, ഉലകം മൊത്തം കൂടെ നിനക്കെതിരെ വ്യാപരിച്ചാലും ആ ഉറവ അടയത്തില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 129 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം, 22 സങ്കീർത്തനത്തിന്റെ 14-15 2 വാക്യം വേഗം ഒന്ന് വായിച്ചു. ഒഴിവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഒഴിവുചാലുകളെ അവർ നീളത്തിൽ കീറി. നോക്കിയേ, ഈ പാറയെ കുറിച്ച് എഴുതിയാണ്. ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. 22-14 വായിച്ചേ.
ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. ആ. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. ആ. എന്റെ ഹൃദയം മെഴുകുപോലെയായി. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. ഞാൻ 5 മുറിവുകളെ കുറിച്ച് സമയത്തിനകത്തുള്ളൊരു ചെറിയ മെസ്സേജ് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ടാകുമില്ലെങ്കിൽ ലൈവ് എടുത്ത് നിങ്ങൾ പിന്നെയും കേൾക്കണം. ഒന്ന് കേട്ട് മനസ്സിലായില്ലേ പിന്നെയും കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദാഹം ശമിപ്പിക്കാൻ ഈ പാറ ഉഴവുകാര് ഉഴവുചാല് പോലെ കീറി വെള്ളം പോലെ തൂകി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മനുഷ്യരും ദൈവവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാം. കാക്ക ആഹാരം കൊണ്ട് കൊടുത്തു. ഏലിയാവ് പറഞ്ഞു, കാക്ക എനിക്ക് വിശന്നിരിക്കുക, ഞാൻ ആകാവിൻ്റെ കൊട്ടാരത്തിൽ പോയി ദൂത് പറഞ്ഞുകൊണ്ട് പറ്റിയ ഗതികേടാണ് ഞാൻ രാവിലെയും വൈകിട്ടും ആഹാരം കഴിക്കാറുള്ളൂ, ഉച്ചയ്ക്ക് കഴിക്കാറില്ല, അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ആഹാരം കൊണ്ടുതരാൻ കാക്കയോട് പറഞ്ഞോ ഇല്ല. പറയാതെ ആര് കൊണ്ട് കൊടുത്തു? എപ്പോഴൊക്കെ കഴിക്കുമെന്ന് അറിയാവുന്ന കാക്ക ആ സമയത്ത് കൊണ്ട് കൊടുത്തു. ചൂരച്ചയുടെ ചൂട്ടിൽ ഇങ്ങനെ വഴുന്ന് കിടന്നപ്പോൾ, മരിക്കാൻ കിടന്നപ്പോൾ ദൂത അപ്പം തരാനായിട്ട് പറഞ്ഞോ? ഇല്ല. ദൂതം കൊണ്ട് കൊടുത്തു. പക്ഷേ സരാപാത്തിലെ വിധവയോട് കൽപ്പിച്ചെന്ന ദൈവം പറഞ്ഞ്. പക്ഷെ കൽപ്പിച്ച വിധവയോട് പോയി ചോദിക്കേണ്ടി വന്നു, എനിക്കൊരു മുറി അപ്പവും ഇച്ചിരി വെള്ളവും തരണം. ഹലോ, കാക്കയോട് ചോദിച്ചില്ല, ദൂതനോട് ചോദിച്ചില്ല, അമ്മാമ്മയോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യരോട് ചോദിച്ചാലേ കിട്ടൂ. ദൈവം കൽപ്പിച്ചാക്കിയൊക്കെ വിധവയുടെ വീട്. എന്നാ ഏലിയാവിനെ കണ്ടപ്പോഴേ കർത്താവ് എന്നോട് പറഞ്ഞായിരുന്നു കയറി വന്നാട്ട് കഴിച്ചാട്ടെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. കർത്താവ് കൽപ്പിച്ചാലും മനുഷ്യൻ യാചിച്ചാലേ തരത്തുള്ളൂ. പക്ഷെ ദൈവം ചോദിക്കാതെ തരുന്നവനാ. ഈ 318 അഭ്യാസിയുള്ള വീട്ടിൽ എത്ര തുരുത്തി കാണും? നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എത്ര കുപ്പി വെള്ളം ഇരിപ്പുണ്ട് വീട്ടിൽ? ഇവിടെ തന്നെ വലിയ കന്നാസിനകത്തായി ജ്യൂസ് കൊണ്ട് വെച്ചേക്കുന്നത്. എനിക്ക് കുടിച്ചാൽ കൊള്ളാമെന്ന് നല്ലപോലെ തോന്നി, പക്ഷേ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ എത്ര തുരുത്തി കാണും? ചിന്തിക്കാൻ വേണ്ടിയാ. സ്വന്തം മോന് കൊടുത്തപ്പോൾ ഒരു തുരുത്തിയല്ല കൊടുത്തുള്ളൂ. എന്നോട് വരണേ, ഒരു ജാറ്. അവിടെ ആയിരക്കണക്കിന് ജാറ് കാണത്തില്ലേ? നമ്മുടെ ഈ കൊച്ചു സഭയിലെ കൺവെൻഷൻ അത്രയും ജാറിനകത്ത് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ എന്നോ സംവിധാനമായിരിക്കും. മകനായിട്ടും അപ്പൻ അളന്നാ കൊടുത്തേ. സ്തോത്രം പറഞ്ഞില്ല. ഒരു ജാറേ കൊടുത്തുള്ളൂ. ഈ ചെറുക്കൻ മരുഭൂമിയിലോട്ടാ പോകുന്നത് അപ്പനറിയാം. എന്നിട്ടും ഒരു ജാറേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് ഈ പുസ്തകം പറയുന്നത് മനുഷ്യരിൽ നീ പറയെല്ലാരും ചൂരച്ചെടി മുതൽ ഹോരേബ് വരെ ഓടണോ? ആഗാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടണോ? ദൂതം തന്നാലേ ഒക്കത്തുള്ളൂ. നിന്റെ ക്ഷീണം മാറ്റാനും നിന്റെ ഞെരുക്കം മാറ്റാനും നിന്റെ ഗതികേട് മാറ്റാനും കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ നീ ഇന്ന് മുതൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തരാൻ തുടങ്ങിയാൽ കണക്കില്ലാതെ തരും. ശിംശോൻ ദാഹിച്ച് കരഞ്ഞപ്പോ അത്യാവശ്യം ഇച്ചിരി വെള്ളം കൊടുത്താൽ പോരെ. പക്ഷെ ലേഹിയിൽ ഒരു കുഴി അങ്ങ് പിളർന്നു. കുടിച്ച് എൻ്റെ ഊപ്പാട് വരാൻ. സ്വോത്രം. ഒരു തുരുത്തി വെള്ളം തീർന്നപ്പോൾ പകരം ഒരു തുരുത്തി കൊടുത്താൽ പോരെ, ഒരു ഉറവ തുറന്ന. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദാഹിച്ച രാജാവും ജനവും ചാകാൻ തുടങ്ങുമ്പോൾ തമ്പുരാൻ പറഞ്ഞു കുഴി വെട്ടാൻ പറയാവുമാട്ടോ. കുഴി വെട്ടിക്കോ. ഉടനെ പറഞ്ഞു മഴ പെയ്യത്തില്ലല്ലോ, കാർമേഘമില്ലല്ലോ. എന്ന് പറഞ്ഞ് മഴയൊന്നും വേണ്ട, ഞാൻ കുഴി വെട്ടിക്കോ. വിശ്വാസം വെട്ടി നോക്കിയപ്പോൾ ഏതോമിൽ നിന്ന് വെള്ളം വരുന്നു. ഏതോം അടുത്ത മലയാ. പ്രൈസ് ദി ലോർഡ്. ഏതോമിൽ നിന്ന് വെള്ളം വരുന്നു.
നിമിഷങ്ങൾ കൊണ്ട് കുഴിച്ച കുഴി മുഴുവൻ എന്ത് ചെയ്തു? നിറഞ്ഞു. ഈ വന്നത് ഏതോമിൽ കൂടെ വരാൻ കാര്യമുണ്ട്. ചുമന്ന മണ്ണിന്റെ മണ്ടയ്ക്കൂടെ വെള്ളം വന്നപ്പോ ചെങ്കടൽ പോലിരുന്നു. വെളുപ്പിനെയാ വന്നേ. വെളുപ്പിനെ ചുമന്ന വെള്ളം വന്നപ്പോൾ സൂര്യപ്രകാശം കൊണ്ട് അടിച്ചപ്പോൾ ഈ ഏതോമിലെ ചുമന്ന മണ്ണിന്റെ മണ്ടയ്ക്കത്തെ വെള്ളത്തിൽ രാവിലത്തെ സൂര്യകിരണം അടിച്ചപ്പോൾ ഒറിജിനൽ രക്തം വരുന്ന പോലെ തോന്നി. അപ്പൊ ശത്രുവിന് മനസ്സിലായി ഭയങ്കര യുദ്ധമുണ്ട്, രക്തം ഒഴുകി വരിക. അവന് കൺഫ്യൂഷൻ വരുത്തി. അവൻ പേടിച്ചോടി. നിനക്ക് ദാഹവും തീർന്നു, അവന് കൺഫ്യൂഷനും വന്നു. മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പ്രതിയോഗിക്ക് തെറ്റിദ്ധാരണ വരുത്തിയിട്ട് നിന്റെ ദാഹം ശമിപ്പിച്ച് നീ കുഴിച്ച കുഴികളെ നിറയ്ക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവന്റെ പേര് അടിക്കപ്പെട്ട പാറ. സ്വോത്രം പറയുന്ന പകൽക്കാലം അടിക്കപ്പെട്ട പാറ. ഈ പാറ തള്ളപ്പെട്ട പാറയാണ്, മുറിവേറ്റ പാറയാണ്, അടിക്കപ്പെട്ട പാറയാണ്. നിന്റെ ദാഹം തീർക്കുവാൻ ആരോടോ ഒരു ദൂത് അതിനിടയ്ക്ക് പറഞ്ഞു. നിനക്ക് ലഭിക്കാൻ പോകുന്നൊരു വിടുതൽ, നിനക്ക് ലഭിക്കുന്നൊരു മറുപടി, നിന്റെ തലമുറയ്ക്ക് ലഭിക്കുന്നൊരു മറുപടി നിന്റെ പ്രതിയോഗിക്ക് തെറ്റിദ്ധാരണ വരുത്തി, അവന് കൺഫ്യൂഷൻ വരുത്തി, നിന്റെ കൂടാരത്തിലേക്ക് ആ മറുപടി ഒഴുകി വരുന്നത് പോലെ ഇന്ന് രാവിലെ ഒരു വിടുതൽ. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിടുതലിന്റെ ഉറവ നിന്റെ കൂടാരത്തിലേക്ക് ഒഴുകി വരുകയോ. ഓ രാ. ഞാൻ വിവരിക്കുന്നില്ല. സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-7 വാക്യം. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അതരങ്ങളെ വരുത്തും. അതാ മോളെ വാക്യം. വായിച്ചു. അല്ല, മറ്റേ വാക്യം യോശുവയുടെ മുമ്പ് വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, അത് വായിച്ചില്ല. ആ വാക്യമല്ല മുമ്പേ വായിച്ചാണോ? അല്ല, ഇതാ വാക്യം. ഒന്ന് വായിച്ചേ. യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിന്മേൽ ഈ അടിക്കപ്പെട്ട പാറയ്ക്ക് 7 കണ്ണുണ്ട്. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ. എന്തിനാണ് ഈ പാറ തമ്പുരാൻ അടിച്ചത്? പറയുന്നു, ഒരേ കല്ലിന്മേൽ 7 കണ്ണുണ്ട്. ഞാൻ അതിനെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഈ ഉലകത്തിലെ മുഴുവൻ മനുഷ്യന്റെയും അകൃത്യം പോക്കും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഈ പാറ അടിക്കപ്പെട്ടത് മാനവകുലത്തിന്റെ അകൃത്യം പോക്കാനാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കല്ലിന് 7 കണ്ണുകളുണ്ട്. ഇന്ന് പകൽക്കാലം ഈ കണ്ണുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ലയോ, തൻകൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവ തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ് ഇന്ന് രാവിലെ ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കും. 7 കണ്ണുള്ള സ്വർഗം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞ, ആടിയുടെ അടിയിൽ പോയി ഞാൻ താമസിച്ചാൽ ആ കണ്ണ് അവിടെ ഉണ്ട്. ഇനി അങ്ങ് ആകാശത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ ആ കണ്ണ് അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒളിച്ചു ഞാൻ എവിടെ പോകും? എല്ലായിടത്തുമുള്ള കണ്ണ്. ഹലോ, നിന്റെ ജീവിതത്തിന്റെ രഹസ്യവും നിന്റെ ജീവിതത്തിന്റെ പരസ്യവും അറിയുന്ന കണ്ണ്. പ്രൈസ് ദി ലോർഡ്. ഈ നയമാന്റെ പുറകെ പോയേച്ച് ഒന്നും അറിയാത്ത പോലെ കിട്ടിയത് കൊണ്ട് വീട്ടിൽ വെച്ചേച്ച് വന്ന ഗേഹസിയോട് ഏലിശ പറയുന്നൊരു വാക്കുണ്ട്. നയമാനെ, ഗേഹസിയെ, നീ നയമാന്റെ പുറകെ പോയപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ ഒളിച്ച് ദൈവമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? പറഞ്ഞേ. ഇല്ല. വെളിപ്പാടൂടെ വായിച്ചു വിട്ടു. വെളിപ്പാട് മുമ്പ് എടുത്തായിരുന്നല്ലോ. ആ ആ ആ കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും 7 ദൈവാത്മാക്കളായ 7 കണ്ണും. അപ്പൊ ഈ പാറയിലുള്ള 7 കണ്ണ് ഏതാന്ന് മനസ്സിലായോ? 7 ദൈവാത്മാക്കളായ സർവഭൂമിയിലേക്കും വിരിഞ്ഞു നിൽക്കുന്ന 7 കണ്ണ്. പുസ്തകങ്ങൾ തുറക്കുവാനും അതിൻ്റെ 7 മുദ്രകൾ പൊട്ടിപ്പാനും ഈ 7 കണ്ണുള്ളവന് മാത്രമേ അധികാരമുള്ളൂ. അവിടേക്ക് പോയാൽ നമ്മുടെ മെസ്സേജ് മാറും. ശ്രദ്ധിക്കുക. ഇന്ന് പകൽക്കാലം നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ പറഞ്ഞ എല്ലാവരും എവിടേക്ക് പോകും? 7 കണ്ണുള്ള യേശു ഇവിടെയുണ്ട്. ഇത് അടിക്കപ്പെട്ട പാറയാണ്, ശോധന ചെയ്ത പാറയാണ്, തള്ളപ്പെട്ട പാറയാണ്, മുറിവേറ്റ പാറയാണ്. എന്തിനാണെന്നറിയാമോ? കോണെന്ന് പറഞ്ഞ എന്തുവാ? 2 മൂലകൾ തമ്മിൽ ചേർക്കുക. നീതിമാനായ ദൈവം, പാപിയായ മനുഷ്യൻ ഒരിക്കലും ചേരത്തില്ല. ഈ 2 കോണുകളെ തമ്മിൽ ഇങ്ങനെ ചേർക്കാനായിട്ട് ഈ കല്ല് അടിക്കപ്പെടുവാനിടയായി. അതിനെക്കുറിച്ച് ഭക്തൻ ആത്മാവി പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ഇന്ന് പകൽ രാവിലെ ഞാനും ഞങ്ങളുടെ റേച്ചാനും എല്ലാം കൂടെ പറഞ്ഞു, വാസ്തവത്തിൽ നമ്മുടെ രക്ഷയെ ഓർക്കുമ്പോൾ ഒരു അതിശയല്ലേ? പറഞ്ഞേ ആണോ? ഞാനൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കാനൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ PC ചെറിയാൻ്റെ അനുഭവ സാക്ഷ്യമെന്നും പറഞ്ഞ് ഒരു യൂട്യൂബുണ്ട്, നിങ്ങളെടുത്ത് കാണണം. ഇപ്പോൾ 5, 8, 10, 13 ലക്ഷം പേരോളം കണ്ടത്. ഒത്തിരി ക്ഷീണിച്ചിരിക്കുമ്പോഴേ അത് കാണാവുള്ളൂ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസം ദോഹയിലായിരുന്നു. അത് കഴിഞ്ഞൊരു 9 ദിവസം കുവൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞൊരു 10 ദിവസം UK യിലായിരുന്നു. ഇവിടെ 2-3 ആഴ്ചയുണ്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ച കാനഡയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പോവാം. നാട്ടുകാരുടെ കാശാണ്, എൻ്റെ പൈസയല്ല. മിണ്ടുന്നില്ല. ടിക്കറ്റ് അവരുടെ, സീറ്റ് അവരുടെ, താമസം അവരുടെ, ആഹാരം അവരുടെ. ഞാനിങ്ങനെ കഴിച്ചു പോകുന്നതേ ഉള്ളൂ. എനിക്ക് പാസ്പോർട്ടില്ലായിരുന്നു. എൻ്റെ പാസ്പോർട്ട് 80 ഗവൺമെൻറ് തിരിച്ചു മേടിച്ച. നിങ്ങളൊക്കെ പാസ്പോർട്ട് എന്ന കാര്യം ആലോചിക്കുന്ന മുമ്പ് എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്ന. പക്ഷേ 82 അത് തിരിച്ചു മേടിച്ചു. 96 വരെ പാസ്പോർട്ടില്ല. 96 പാസ്പോർട്ടിന് അപേക്ഷിച്ചപ്പോൾ എൻ്റെ അപേക്ഷാ ഫോം എടുത്ത് കളഞ്ഞു. പക്ഷെ ദൂത് എൻ്റെ വരവിന് മുമ്പ് നിന്നെ കരയും കടലും കടത്തി 5 ഭൂഖണ്ഡങ്ങളിൽ അയക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞ ദൂത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ദൂത് കൊണ്ടാണ് പാസ്പോർട്ട് റീജിയണൽ ഓഫീസിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യം പാസ്പോർട്ട് എടുക്കുമ്പോൾ തിരുവനന്തപുരത്തൊന്നും പാസ്പോർട്ട് ഓഫീസില്ല, കൊച്ചിയിലൊരു പാസ്പോർട്ട് ഓഫീസേ ഉള്ളൂ. 2ാമത് പാസ്പോർട്ട് ആകുമ്പോഴാണ് തിരുവനന്തപുരത്ത് ആയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവരിത് എടുത്ത് കളഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അത് ദൂത് നിൽക്കുക. ഞാനിതിപ്പോൾ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് എൻ്റെ അനുഭവ സാക്ഷി എല്ലാം കൊണ്ട് എഴുതിക്കൊണ്ട് ഈ ബഹുമാനായ പാസ്പോർട്ട് ഓഫീസറെ കൈ കൊടുത്തു. ആലോചിച്ചു, ഇതെന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ ഒറിജിനൽ അഫിഡവിറ്റാ. പിന്നെ മുമ്പേ തന്നെ ഞാൻ മുമ്പേ തന്നത് വക്കീൽ എഴുതി അഫിഡവിറ്റാന്ന് പറഞ്ഞു. അതിന് 3000 രൂപ മേടിച്ചെന്ന് പറഞ്ഞു. അഫിഡവിറ്റ് എഴുതി കൊടുത്താൽ അത് വക്കീൽ എഴുതിയതാ. അതിൽ 3000 രൂപ മേടിച്ചു. ഇത് 5 പൈസ മുടക്കില്ലാത്ത അഫിഡവിറ്റ് എഴുതിയാൽ കറക്റ്റ് എന്ന് പറഞ്ഞു. സ്തോത്രം. മലയാളത്തിൽ എഴുതിയേക്കുന്ന എൻ്റെ സാക്ഷിയാണ്. അത് വായിച്ച് അതിനകത്ത് പച്ചമഷി കൊണ്ട് ഒപ്പിട്ട പാസ്പോർട്ടാണ് ഞാൻ ഈ സഞ്ചരിക്കുന്നത്. ഇന്ത്യയിൽ സാക്ഷ്യം എഴുതി കൊടുത്ത് പാസ്പോർട്ട് ഇട്ട് ഒരാളുണ്ട്, അത് ഞാനാ. സ്വന്തം പറയണം.
മനുഷ്യർ തള്ളിയതാ. പ്രൈസ് ദി ലോർഡ്. അമ്മ എഴുതി തള്ളി, അപ്പൻ എഴുതി തള്ളി, സഹോദരന്മാർ തള്ളി, കുടുംബക്കാർ മൊത്തം. അമ്മാമ്മയ്ക്കറിയാം, ഒരു കോളനി ഞങ്ങളുടെയാ. 5 അപ്പന്മാരും മക്കളും മക്കളുടെ മക്കളോട് ഒരു ഏറിയ മൊത്തം കൈയടക്കിയേക്കുക. അവരെല്ലാം തള്ളി. പക്ഷെ ഇത് യഹോവയെ സംഭവിച്ചു. തള്ളപ്പെട്ട ക്രിസ്തുവിനെ രക്ഷകനാക്കിയപ്പോൾ തള്ളപ്പെട്ട പാപിയായ എന്നെയും ചേർത്ത് പണിയാൻ ദൈവം ഇടയാക്കിയെങ്കിൽ, ഇന്ന് രാവിലെ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവം നിന്നെ ചേർത്ത് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് വലിയ ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്ന് നീയും ജീവനുള്ള കല്ലായി മാറേണ്ടതിന് ഒന്ന് ചേർത്ത് പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? ദൈവ പൈതലേ, അവൻ നിന്നെ പണിയാൻ തുടങ്ങിയാൽ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് രാത്രി യോഗമുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഈ ജീവനുള്ള കല്ലായ യേശുവിനോടൊന്ന് ചേർത്ത് പണിയാൻ, യേശു തന്നെ മൂലക്കല്ലായി അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ യുക്തമായി പണിതു വരുന്ന ഈ സഭയോട് ചേർന്ന് പണിയാൻ ഇന്ന് പലത്ര പേര് തയ്യാറുണ്ട്? നീ ഒന്ന് പറയുമോ? അടിക്കപ്പെട്ട പാറേ, തള്ളപ്പെട്ട പാറേ, ഓ ഹല്ലേലൂയ, ഇന്ന് പകൽ ആ കല്ലിനോട് എന്നെ കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പണിയുമോ? ചേർത്ത് വെച്ച് പണിയുമോ? എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും ഒന്ന് ചേർത്ത് വെച്ച് പണിയാൻ? ഞാൻ ഒരു മർമ്മം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളത്തെ കല്ല് വെച്ചപ്പോൾ ആ കല്ല് വെച്ചയാൾ അവിടുന്ന് ഒരു തൂക്കുകെട്ട താഴോട്ടിട്ട് കാണും ലെവൽ നോക്കാൻ. ആ കല്ല് ആദ്യം വെച്ച കല്ല് വന്ന് മുട്ടിയാലേ ആ കല്ല് കറക്റ്റ് വെക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെടുത്ത് മാറ്റി വേറെ കല്ല് വെക്കും. സ്തോത്രം. 2024 ഈ ജൂൺ മാസം 30 വെക്കുന്ന കല്ലും 2000 വർഷത്തിന് പുറകിൽ പെന്തക്കോസിൻ്റെ ദിനത്തിൽ വെച്ച 3000 കല്ലും തമ്മിൽ തൂക്കട്ട പിടിക്കുമ്പോൾ ഇന്ന് വെച്ച കല്ലും അന്ന് വെച്ച കല്ലും ഒന്നിച്ചാണെങ്കിൽ നീ സഭയ്ക്കകത്ത് കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പണി കർത്താവിൻ്റെയാ. ഞാനോ ഷാജൻ പാസ്റ്ററും ഒക്കെ ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയനെ. പക്ഷെ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് പണിയുന്ന കർത്താവായതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അവന് മാത്രമേ ചേർത്ത് വെക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങളും ഈ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലായ ആത്മീക ഗ്രഹമായി പണിയപ്പെടേണ്ടതിന് ഇന്ന് രാവിലെ ഈ തള്ളപ്പെട്ട അടിക്കപ്പെട്ട പാറയോട് ഒന്ന് ചേർന്ന് പണിയുവാൻ ദൈവം ചിലരെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഏറ്റെടുക്കുന്നവര് മാത്രം ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ എന്നെ കൂടെ ചേർത്ത് പണിയണമേ. പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച്. നീ കല്ലിൽ നിന്ന് അകലം വിട്ട് കഴിയുകയാണോ? അതോ കല്ലോട് ചേർത്ത് പണിയപ്പെടുകയാണോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. പാരമ്പര്യങ്ങളെയും നിന്നെ ഈ കല്ലുമായി ചേരാൻ കഴിയാതെ അകറ്റുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇന്ന് രാവിലെ ഒന്ന് തള്ളിക്കളഞ്ഞിട്ട് നീ കല്ലുമായിട്ടൊന്ന് ചേർന്ന് പണിയാൻ ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവം നിന്നെ മാനിക്കും. ദൈവം നിന്നെ ഉയർത്തും. നിന്റെ സ്ഥിതി മുഴുവൻ ദൈവം മാറ്റും. നാളെ നീ പറയും, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമായിരിക്കുന്നു. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, തള്ളപ്പെട്ട അടിക്കപ്പെട്ട ഈ കല്ലിനോട് ചേർന്ന് പണിയുവാൻ അടിയങ്ങൾക്ക് ഭാഗ്യം തരുന്നതിനായി സ്തോത്രം. ഞങ്ങളും ജീവനുള്ള കല്ലുകളായി ആത്മീക ഗ്രഹമായി പണിയപ്പെടുവാൻ കൃപ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.